Good evening. Welcome to the session. നിങ്ങൾ എല്ലാവരും ഇന്ന് സിവിൽ സർവീസ് ഓറിയന്റേഷന് വേണ്ടി ജോയിൻ ചെയ്തവരാണ്. സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരോ സിവിൽ സർവീസിനെ കുറിച്ച് കേട്ടറിഞ്ഞവരോ അല്ലെങ്കിൽ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ബേസിക്കായി സ്റ്റാർട്ട് ചെയ്തവരോ ഒക്കെ ആവാം, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നവരോ ആകാം. സോ എനിക്ക് ആക്സസ് തരാവോ ഷെയർ ചെയ്യാൻ വേണ്ടി? തന്നിട്ടുണ്ടല്ലേ? ഓക്കെ, താങ്ക്സ്. ഡിസ്പ്ലേ ക്ലിയർ ആണോ? സ്ക്രീൻ ഡിസ്പ്ലേ ഓക്കെ ആണോ? ക്ലിയർ ആണ് സർ. കാണുന്നുണ്ടല്ലേ ഞാൻ ഷെയർ ചെയ്യുന്നത്? കാണുന്നുണ്ട് സർ. ഫൈൻ. അപ്പൊ സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. CSE എമിനന്റ് IAS സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന മുഴുവൻ കൂട്ടുകാർക്കും സിവിൽ സർവീസിന്റെ ലോകത്തേക്ക് സ്വാഗതം. നമ്മളൊക്കെ നിങ്ങളോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇടയ്ക്ക് മഴ ഒന്ന് കനത്തപ്പോ സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഞായറാഴ്ച അല്ലാതെ, ശനിയാഴ്ച അല്ലാതെ, പൊതു അവധി അല്ലാത്ത പല ദിവസങ്ങളിലും മഴ കനത്തു എന്നതിന്റെ പേരിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നു. അങ്ങനെ അവധി കിട്ടിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നവർ ആർക്കെങ്കിലും അങ്ങനെ അവധി കിട്ടിയിട്ടുണ്ടോ? മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ വരാം. യെസ്, ഉണ്ട് അല്ലെ? അങ്ങനെ അവധി കൊടുക്കുന്നത് ആരായിരുന്നു? അന്ന് നിങ്ങളുടെ സ്കൂളിന് അവധി കൊടുത്തത് ആരാ? നിങ്ങളുടെ പ്രിൻസിപ്പൽ ആയിരുന്നു. മഴ വന്നു എന്നതിന്റെ പേരിൽ അന്ന് ആ ജില്ലയിൽ മുഴുവൻ അവധി കൊടുത്തിരുന്നു. അത് നിങ്ങളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നോ, മാനേജർ ആയിരുന്നോ, അല്ലെങ്കിൽ പഞ്ചായത്തിലെ മറ്റാരെങ്കിലും ആയിരുന്നോ? കളക്ടർ ആയിരുന്നു. എക്സാക്ട്ലി. കോഴിക്കോട് ജില്ലാ കളക്ടർ എന്ത് ചെയ്യുന്നു? കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കും നാളെ അവധി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നു. പല ജില്ലകളിൽ അങ്ങനെ ചെയ്തിരുന്നു. വയനാടും കാസർഗോഡും കണ്ണൂരും ഒക്കെ പിന്നെ ഇതുപോലെ മഴ കനത്തപ്പോ നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. ജില്ലയിലെ കളക്ടറാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ സ്കൂളിന് അവധി ലഭിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചേർച്ചിന്റെ മാനേജ്മെന്റ് നടത്തുന്നതാവാം, അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഒരു പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അങ്ങനെ തുടങ്ങി എല്ലാ തരം സ്കൂളുകൾക്കും അന്ന് അവധിയാണ്. ആരോ നടത്തുന്ന സ്കൂളുകൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിക്കുകയാണ്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? കളക്ടർ ഹാവ് എ സുപ്പീരിയർ പവർ, അല്ലെ? ജില്ലയിലെ മൊത്തം സ്കൂളുകൾക്കും നാളെ അവധി എന്ന് പ്രഖ്യാപിക്കാൻ മാത്രമുള്ള ഒരു പവർ കളക്ടറിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ സമയത്തൊക്കെ കളക്ടറിന്റെ പേജിലൊക്കെ പോയിട്ട് കുട്ടികൾ നാളെ അവധി ഉണ്ടോ കളക്ടർ സാർ, കളക്ടർ അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത് ഒരുപാട് ഫേസ്ബുക്ക് കമന്റിലൊക്കെ നമുക്ക് കാണുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ജില്ലയിലെ മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാത്രമല്ല, മറ്റു പല ജില്ലയിലെ മുഴുവൻ സർക്കാരേതര സ്ഥാപനങ്ങളിലും ഒരു പ്രഖ്യാപിതമായ ഒരു ഹൈ പവർ അതോറിറ്റി ഉള്ള ഒരാളാണ് കളക്ടർ എങ്കിൽ, ഈ കളക്ടർ എങ്ങനെയാണ് മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? ഒരു പഞ്ചായത്ത് മെമ്പറിനെ വിചാരിച്ചാൽ, ഒരു പോലീസ് ഓഫീസറിനെ വിചാരിച്ചാൽ ജില്ലയിലെ മൊത്തം സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുക, ജില്ലയിലെ മൊത്തം സ്ഥാപനങ്ങളും ഇന്ന രീതിയിൽ നടക്കണമെന്ന് പ്രഖ്യാപിക്കുക, അതൊരിക്കലും നടക്കുന്ന കേസല്ല. പക്ഷെ കളക്ടർ ഹി ക്യാൻ. നമ്മുടെ സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ ശ്രദ്ധിക്കണം മാക്സിമം. നിങ്ങൾ ഇങ്ങനെ നോക്കാൻ വേണ്ടി ടച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി അവിടെ മാർക്സ് വരും. സോ ട്രൈ നോട്ട് ടു ടച്ച്. ഈ കളക്ടർ എന്ന് പറയുന്നത് അതൊരു IAS ഉദ്യോഗസ്ഥനാണ്. IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കളക്ടർ. സമാനമായുള്ള പോസ്റ്റുകൾ ജില്ലയിൽ തന്നെയുള്ള പോസ്റ്റുകളാണ് IPS, IFS. ജില്ലയിലുള്ള പോസ്റ്റാണ് IPS. മറ്റു സമാനമായ പോസ്റ്റുകളാണ് IFS തുടങ്ങി ഒരുപാട്. നമുക്കിങ്ങനെ ഓൺ ദ വേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എന്നാലും നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകളാണ് IAS, IPS, IFS എന്നൊക്കെ പറയുന്നത്. IAS എന്ന് പറയുന്നത് കളക്ടർ ആവുന്നു, സബ് കളക്ടർ ആവുന്നു, സബ് മജിസ്ട്രേറ്റ് ആവുന്നു. IPS എന്ന് പറയുന്നത് ജില്ലയിലെ പോലീസിന്റെ മുഴുവൻ ചുമതലയുള്ള ആള് IPS ആയിരിക്കും. സബ് കമ്മീഷണർ IPS ആയിരിക്കും. അങ്ങനെ തുടങ്ങി പോലീസ് സേനയിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ ഇരിക്കുന്ന ആളാണ് IPS. IFS എന്ന് പറയുന്നത് ഇന്ത്യയെ, നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഫോറിൻ റെപ്രസെന്റേറ്റീവ്സ് ആയി വരുന്നവർ ഈ IFS പാസ്സായ ആളുകളാണ്. IFS ഗ്രാന്റഡ് ആയ ആളുകളാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്നാണ് ഇതിന് പറയാം.
വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ അംബാസിഡർമാരായിരിക്കുന്ന ആളുകൾ, ഇപ്പം UAE അംബാസിഡർ ടു UAE ഫ്രം ഇന്ത്യ, അല്ലെങ്കിൽ അംബാസിഡർ ടു USA ഫ്രം ഇന്ത്യ, അംബാസിഡർ ടു കുവൈറ്റ് ഫ്രം ഇന്ത്യ, അംബാസിഡർ ടു ഓസ്ട്രേലിയ ഫ്രം ഇന്ത്യ. ഓസ്ട്രേലിയയിൽ ഇന്ത്യക്ക് വേണ്ടി അവിടുത്തെ എംബസി വഴി ഇന്ത്യയുടെ നയതന്ത്ര കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അവിടെ വക്താവായി നിൽക്കുന്ന ആളാണ് IFS, ഫോറിൻ സർവീസിലുള്ള അംബാസിഡർ എന്ന് പറയുന്നത്. ഇവർക്കൊരു പ്രത്യേകത, സർക്കാർ സർവീസിൽ ഇവർക്ക് കിട്ടുന്ന പേർക്സ് എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഒരാൾ ഒരു കളക്ടർ ആയാൽ, IPS ഓഫീസർ ആയാൽ, IFS ആയാൽ എന്താണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മളിങ്ങനെ ഇതിനു വേണ്ടി മാത്രം ഒരു സെഷൻ നടത്തി പറയുന്നത് എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേ ഹാവ് പവേഴ്സ്. ഈ പറയുന്ന പൊസിഷൻ വരുന്നത് ഇമ്മൻസ് പവറോട് കൂടിയാണ്. മറ്റു സർക്കാർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും പവർ ഉണ്ട്, പക്ഷെ അവരുടെ പവറിന്റെ ലിമിറ്റിനേക്കാൾ എത്രയോ മേലെയാണ് ഇവരുടെ പവേഴ്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. കളക്ടറുടെ പവറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സമാനമായി സ്കൂളിൽ നിന്നല്ല, ജില്ലയിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലും അതോറിറ്റി ഉള്ള ആളാണ് കളക്ടർ. പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്, IPS എന്ന് പറയുന്നത് ജില്ലയിലെ മുഴുവൻ പോലീസിന്റെയും മേലെയുള്ള ഏറ്റവും ദ ഫൈനൽ ഡെസിഷൻ മേക്കർ ഇൻ എ ഡിസ്ട്രിക്ട് വെൻ ഇറ്റ് കംസ് ടു പോലീസ് ഫോഴ്സ് ആണ് ആ ജില്ലയിലെ ഏറ്റവും ഉയർന്ന പോലീസ് ചീഫ് എന്ന് പറയുന്ന ആൾ. അങ്ങനെ തുടങ്ങി ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുടെ പവർ ഇമെൻസ് ആണ്. ഇതാണ് വളരെയധികം ആളുകളെ ഈ സിവിൽ സർവീസിലെ അല്ലെങ്കിൽ IAS, IPS, IFS പോലെയുള്ള പോസ്റ്റുകളിലേക്ക് ആകർഷിക്കുന്ന ഒന്നാമത്തെ ഘടകം പവറാണ്. നമ്മൾ ചിലപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, IAS ഓഫീസർ വന്ന് ഇറങ്ങുന്നു, ബാക്കിൽ പിന്നെ അതിന്റെ എസ്കോർട്ട് വന്ന് ഇറങ്ങുന്നു, അവരെ എസ്കോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഭയങ്കര ഹീറോയിക് ആയിട്ട് വീഡിയോയിലൊക്കെ കാണിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല, അവരുടെ പേ സ്കെയിലും ഹൈ ആണ്. അവർക്ക് കിട്ടുന്ന TA, DA അഡീഷണലി നമ്മുടെ പേ സ്കെയിൽ കൂടാതെ, ശമ്പളം കൂടാതെ അവർക്ക് കിട്ടുന്ന TA, DA യാത്ര ചെയ്യാനും ജില്ലയിൽ മൊത്തം അവർക്ക് ക്രമസമാധാനത്തിന്റെ ഭാഗമായിട്ടും ജില്ലയിലെ മുഴുവൻ സർക്കാർ കാര്യങ്ങളുടെ ശരിയായ നടത്തിപ്പ്, ഭരണം നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയൊക്കെ നടത്തുന്ന യാത്രകളും മൊത്തം കവേർഡ് ആണ് ബൈ ദി ഗവൺമെന്റ്. അവർക്ക് പ്രത്യേക സ്റ്റാഫ് ഉണ്ടാകുന്നു, ഗൺമാൻ അടക്കമുള്ള സ്പെഷ്യൽ സ്റ്റാഫുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഒഫീഷ്യൽ വെഹിക്കിൾ എപ്പോഴും ഈ പറയുന്ന പൊസിഷനുകൾക്ക് ഉണ്ടാവും. എല്ലാ പൊസിഷനുകൾക്കും ഒഫീഷ്യൽ വെഹിക്കിൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഈ പറയുന്ന പൊസിഷനുകൾക്ക് ഒഫീഷ്യൽ വെഹിക്കിൾ ഉണ്ടാവും, സർക്കാർ കൊടുക്കുന്ന വീട്, റെസിഡൻസ് ഉണ്ടാവും, മറ്റു മെഡിക്കൽ ഫെസിലിറ്റീസ്. ഇതൊരു ലിസ്റ്റഡ് ഔട്ട് സാധനമാണ്. ഇത് ലിസ്റ്റ് ചെയ്യാത്ത ഒരുപാട് പേർക്സ് ഈ ജോലിയുടെ കൂടെ വരുന്നുണ്ട്. ഇതില് സിവിൽ സർവീസ് എക്സാം, ഒരു എക്സാം, ആ എക്സാം പാസ്സായാലാണ് നമുക്ക് IAS, IPS, IFS എന്നൊക്കെ ഉള്ളത് കൺഫർ കിട്ടുക. ഈ സിവിൽ സർവീസ് എക്സാമിലേക്ക് പോകുമ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയും ഒരു ബൃഹത്തായ ഒരു സാധനത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്തായാലും അറിയാം, വളരെ തീവ്രമായ ഒരു പ്രോസസ്സിലൂടെ പോയിട്ട് വളരെ കോമ്പറ്റീറ്റീവായ ഒരു എക്സാം പാസ്സായിട്ട് നമ്മൾ ഇതിലേക്ക് വരണം. എന്തിനാണ് നമ്മൾ അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് സമൂഹത്തെ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ മനോഭാവം ഇല്ലാത്ത ഒരാളും IAS, IFS, IPSലേക്ക് പോകേണ്ടതില്ല. സേവ് ചെയ്യുക എന്നത് തന്നെയാണ് നമ്മുടെ മനോഭാവം. സർക്കാർ ജോലി കിട്ടുന്നത് ജനത്തെ സേവ് ചെയ്യാൻ തന്നെയാണ്. അങ്ങനെ സേവ് ചെയ്യുമ്പോഴും എന്തിനിത്രയും കഷ്ടപ്പെട്ടിട്ട് IAS, IPS, IFSലേക്ക് പോകണമെന്ന് ചോദിച്ചാൽ, ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചാൽ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു IPS ഓഫീസർ വിചാരിക്കുകയാണെങ്കിൽ ആ ജില്ലയിലെ മുഴുവൻ ക്രമസമാധാന പാലനവും അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് തരത്തിലാണ് ജില്ലയിലെ പോലീസിങ് നടക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഈ IPS ഓഫീസറിന് പറ്റും. ഇനി ഒരു ഡോക്ടർ വിചാരിച്ചാൽ ഒരു ഹോസ്പിറ്റലിലെ രോഗികളെ ശുശ്രൂഷിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു സിവിൽ സർവന്റ് വിചാരിച്ചാൽ, ഒരു ജില്ലാ ഭരണകൂടത്തിലുള്ള ഉന്നതമായ ഉദ്യോഗസ്ഥനായ കളക്ടർ വിചാരിച്ചാൽ ഒരു ജില്ലയിലെ മുഴുവൻ ആതുര ശുശ്രൂഷ രംഗം ഏത് പോളിസിയിൽ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ ഒരു IAS ഓഫീസറിന്, അതായത് ഒരു സിവിൽ സർവന്റിന് സാധിക്കും. സമാനമായി ഓരോ രംഗം എടുത്തു നോക്കുകയാണെങ്കിലും ഒരു സിവിൽ സർവന്റിന് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ, വ്യാപ്തിയും ഡെപ്തും വളരെ വിശാലമാണ്. ഇനി അതിലേക്ക്, ഈ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പാസ്സാവേണ്ട പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ, CSE എന്ന് പറയുന്നത്. ഈ CSE പരീക്ഷ പാസ്സാവുന്നതോടുകൂടി അതിൽ റാങ്കിങ് അനുസരിച്ച് നമ്മളെ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രത്യേകമായ സർവീസസിലേക്ക്, 2 സർവീസസ് ആണല്ലോ, ഓൾ ഇന്ത്യ സർവീസ് IAS-ഉം IPS-ഉം ആണെങ്കിൽ മറ്റു സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്ന രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റാങ്കിങ് അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം ഏതിലേക്ക് പോകണം എന്നുള്ളത്.
അതിൽ ഏറ്റവും റാങ്ക് കിട്ടുന്ന ആൾക്ക് ആണ് എപ്പോഴും പ്രയോറിറ്റി ഉണ്ടാവുക. 1ാം റാങ്കുകാർക്ക് ഇതിനകത്തുനിന്ന് ഏതും എടുക്കാം. അയാൾക്ക് IAS ആവാം, അയാൾക്ക് IPS ആവാം, അയാൾക്ക് IFS ആകാം. നമുക്ക് സാധാരണ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടുന്നവർക്ക് IAS, പിന്നത്തെ റാങ്ക് കിട്ടുന്നവർക്ക് IPS, പിന്നത്തെ റാങ്ക് കിട്ടുന്നവർക്ക് IFS, പിന്നത്തെ റാങ്ക് കിട്ടുന്നവർക്ക് ബാക്കി. അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. യഥാർത്ഥത്തിൽ ഏറ്റവും റാങ്ക് കിട്ടുന്ന ആൾക്കാണ് പ്രയോറിറ്റി. എനിക്ക് വേണ്ടത് കിട്ടും. അങ്ങനെ ആദ്യത്തെ കുറച്ച് ആളുകൾക്ക് വേണ്ടത് കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും IAS എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ വേക്കൻസി ഫില്ലാവും. പിന്നെ വരുന്നവർക്ക് അതിനടുത്ത് ബാക്കി ഒഴിവുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ചിലതിൽ നമ്മൾ കാണാറുണ്ട്, 1ാം റാങ്കോ 2ാം റാങ്കോ എടുത്താൽ ചിലപ്പം IFSO IPS ഓപ്റ്റ് ചെയ്തെന്ന് വരും. അവർ IAS തന്നെ നിർബന്ധമായി എടുത്തോളണമെന്നില്ല. പക്ഷെ 1ാം റാങ്ക് കിട്ടുന്നവർക്ക് ഏതും ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ IAS എടുക്കുന്നു, IPS എടുക്കുന്നു. അത് കഴിഞ്ഞാൽ സെൻട്രൽ സർവീസിന്റെ മറ്റു ഗ്രൂപ്പ് A ഗ്രൂപ്പ് B പൊസിഷൻ, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ സർവീസ്. താഴെ ഗ്രൂപ്പ് B സർവീസ് നോക്ക്, ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഡൽഹി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് സിവിൽ സർവീസ്. അങ്ങനെ ഓരോന്നായിട്ട് ഒരുപാട് കാറ്റഗറികളിലേക്കുള്ള സെലക്ഷൻ ആണ് സിവിൽ സർവീസ് എക്സാമിലൂടെ നടക്കുന്നത്. ഇനി സിവിൽ സർവീസ് എന്താണ് എന്നൊരു ബേസിക് ആയ ഐഡിയ നമുക്ക് ഉണ്ടാക്കാം. സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് ഏതൊരു സർക്കാർ പരീക്ഷ പോലെയും, ഇപ്പൊ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയാണ് കേരളത്തിലെ ഒരു സർക്കാർ ഓഫീസിലെ ക്ലർക്ക് ആവാൻ, അല്ലെങ്കിൽ അപ്പർ ക്ലർക്ക് ആവാൻ വേണ്ടി, അറ്റൻഡർ ആവാൻ വേണ്ടി, ടീച്ചർ ആവാൻ വേണ്ടി, അങ്ങനെ ഒരുപാട് കേരള സർവീസിലെ പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷനാണ് PSC സംഘടിപ്പിക്കുന്നത്. സമാനമായി സെൻട്രൽ ഗവൺമെന്റ് ഈ നേരത്തെ പറഞ്ഞ അത്രയും കേഡറുകളിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. നടത്തുന്നത് UPSC എന്ന കമ്മീഷനാണ്. കേരളത്തിൽ PSC ആണെങ്കിൽ കേന്ദ്രത്തിൽ ഈ പരീക്ഷ നടത്തുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ കമ്മീഷൻ നടത്തുന്ന പരീക്ഷ നമ്മൾ യോഗ്യനാവുന്നത് 21 വയസ്സാവുന്നതോടുകൂടിയാണ്. ഇനി 21 വയസ്സായ ഡിഗ്രിയുള്ള ഒരാൾക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യണം, IAS ആവണമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് IAS ആവണം. അങ്ങനെ IAS ആവണമെന്ന് വിചാരിച്ചാൽ നമ്മൾ പോയിട്ട് ഒരു പരീക്ഷ എഴുതിയിട്ട് IAS ആവുന്നു, അങ്ങനെയല്ല. ഇറ്റ്സ് എ പ്രോസസ്, ഒരു 3 സ്റ്റേജ് പ്രോസസ്സാണ്. അതിനകത്ത് ഒരു പ്രിലിംസ് എക്സാം ഉണ്ട്, പിന്നെ ഒരു മെയിൻസ് എക്സാം ഉണ്ട്, പിന്നെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. പ്രിലിംസിൽ പാസ്സായവരിൽ നിന്നാണ് മെയിൻസ് എഴുതാൻ പറ്റുക. മെയിൻസിൽ നിന്ന് സെലക്ടഡ് ആയ ആളുകളെ പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് വരും. പേഴ്സണാലിറ്റി ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സെലക്ടഡ് ആയ ആളുകൾ ഇന്റർവ്യൂ കഴിഞ്ഞ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് ബേസിക്കലി, അത് കഴിഞ്ഞവരെ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു റിഗ്രസ് ട്രെയിനിങ് പീരീഡ് ഒക്കെ അതിനിടയിലുണ്ട്. ഇനി നമുക്ക് IASന്റെ എലിജിബിലിറ്റി നോക്കാം. ആർക്കാണ് IAS എഴുതാൻ വേണ്ടി പറ്റുക? നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ, ചുരുങ്ങിയത് 21 വയസ്സായിരിക്കണം, ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു ഡിഗ്രി. ഇപ്പൊ നിങ്ങൾ പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. നിങ്ങളിപ്പോ ഏതാ ചെയ്യുന്നതെന്ന് പറയാവോ? നിങ്ങൾ പഠിക്കുന്ന കാറ്റഗറി എന്താന്ന് പറയാവോ? 10th +2 8th 7th 6th ഡിഗ്രി PG പറയുകയോ ചാറ്റ് ബോക്സിൽ വരികയൊക്കെ ചെയ്യോ? ഡിഗ്രി സെക്കൻഡ് ഇയർ, ഓക്കെ. ബാക്കിയുള്ളവര് 9th. ഇങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കും നിങ്ങൾ. ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് ആവേണ്ടത് ചുരുങ്ങിയത് 21 വയസ്സ്. രണ്ടാമത്തത്, ഒരു ഡിഗ്രി കയ്യിലുണ്ടാവണം. അതായത് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഏത് ഡിഗ്രി? എനി ഡിഗ്രി, ഏത് ഡിഗ്രി ആവാം. BSc സയൻസ്, BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, BA എക്കണോമിക്സ് എന്ന് തുടങ്ങി ഒരു കോളേജിൽ +2 കഴിഞ്ഞിട്ട് 3 വർഷം പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ എന്തൊക്കെ ഡിഗ്രിയാണോ പഠിപ്പിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി. ഇനി നിങ്ങൾ MBBS ആണ് പഠിച്ചതെങ്കിൽ അത് മതി. ഇനി നിങ്ങൾ BTech ആണ് പഠിച്ചതെങ്കിൽ അത് മതി. ഇനി നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ടാണ് പഠിച്ചതെങ്കിൽ അത് മതി. ഇങ്ങനെ ഇതിൽ ഉൾക്കൊള്ളാത്ത 1-2 ഡിഗ്രികളുണ്ട്, മ്യൂസിക്, ആർട്സ് ഒക്കെ പോലെയുള്ളത്. അത് നിങ്ങൾ അത്ര ടെൻഷൻ ആവേണ്ട കേസല്ല. ജനറലി നമ്മുടെ ചുറ്റുഭാഗത്തുള്ള യൂണിവേഴ്സിറ്റികളും കോളേജും നടത്തുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടാവുക 21 വയസ്സായിരിക്കാം. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഇനി നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ എഴുതാം? 32 വയസ്സ് വരെ. 21 വയസ്സിൽ തുടങ്ങുന്ന ഒരാൾക്ക് 32 വയസ്സ് വരെ വീണ്ടും ഇത് ട്രൈ ചെയ്യാം. പരീക്ഷ ആദ്യം എഴുതുന്നു, കിട്ടുന്നില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും എഴുതുന്നു, കിട്ടുന്നില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും എഴുതുന്നു. അങ്ങനെ 32 വയസ്സ് വരെ എഴുതാം. പ്രൊവൈഡഡ് 6 അറ്റംപ്റ്റ് ആണ് ഉള്ളത്. 6 പ്രാവശ്യമാണ് എഴുതാൻ വേണ്ടി പറ്റുക. അപ്പൊ 21 വയസ്സിൽ തുടങ്ങിയിട്ട് 6 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ അവിടെ തീരും. അല്ല, 21 വയസ്സിൽ എഴുതി പിന്നെ ഒരു 5 വർഷം എഴുതിയില്ല, പിന്നെ ബാക്കി എഴുതുകയാണെങ്കിൽ 32 വയസ്സ് വരെ എഴുതാം. ജനറൽ കാറ്റഗറി. ഇനി OBC കാറ്റഗറി, അതർ ബാക്ക്വേർഡ് കാറ്റഗറിയിലുള്ളവർക്ക് 35 വയസ്സ് വരെ എഴുതാം. 9 തവണ ട്രൈ ചെയ്യാം. 9 തവണ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി SC ST കാറ്റഗറി ആണെങ്കിൽ 37 വയസ്സ് വരെ എഴുതാം. നമ്പർ ഓഫ് അറ്റംപ്റ്റിന് ലിമിറ്റ് ഇല്ല.
അതായത് 21 വയസ്സിൽ ഒരു SC/ST കാറ്റഗറിയിൽ ഒരാൾ ട്രൈ ചെയ്തു തുടങ്ങിയാൽ 37 വയസ്സ് വരെ 17 തവണ അയാൾക്ക് എല്ലാ വർഷവും എഴുതിയാലും പ്രശ്നമില്ല. 37 വയസ്സാകുമ്പോൾ കിട്ടിയാൽ മതി. ഇനി ഡിസേബിൾഡ് ആണ്, നിങ്ങൾ ഈ പറയുന്ന ഡിസേബിൾഡ് കാറ്റഗറിയിൽ പെട്ട ആളാണെങ്കിൽ അതിന് പ്രത്യേകം മാനദണ്ഡങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. കണ്ണിന്റെ കാഴ്ച കുറവുള്ളത്, അല്ലെങ്കിൽ കൈ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ കാൽ നഷ്ടപ്പെട്ടത്. സമാനമായി ഇത്ര പെർസെൻറ്റേജ് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് 42 വയസ്സ് വരെ എഴുതാം. അവർക്കും അറ്റംപ്റ്റ് എണ്ണയില്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം. ഇതാണ് IAS നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉള്ളത്. ഈ IAS നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? പ്രധാനമായും നിങ്ങളുടെ ജനറൽ നോളേജ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത്. അത് സ്വാഭാവികമായി രണ്ട് തരത്തിൽ. നമ്മൾ ഈ 8ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളൊക്കെ വരുന്നല്ലോ. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റുക. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പോഴേ ഈ UPSCയുടെ പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, ഈ UPSCയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മറ്റു ജോലികളുടെ പ്രിപ്പറേഷൻ പോലെയല്ല. ഉദാഹരണത്തിന് ഡോക്ടർ ആവാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പൊ തന്നെ 8ാം ക്ലാസ് മുതലേ നിങ്ങൾ ഡോക്ടർ ആവാൻ വേണ്ടി ഡോക്ടർ ആവാൻ വേണ്ടി MBBSന്റെ നീറ്റ് എക്സാമിന്റെ ഒരു പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങുകയാണ്. അപ്പൊ അതിൽ കൂടുതലും ബയോളജി റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് പഠിക്കാം. നിങ്ങൾ ഈ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ ഈ 12ാം ക്ലാസ് കഴിയുന്നവരെ ഇത് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ താല്പര്യമില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും എക്സ്പേർട്ട് ആയിട്ട് ബയോളജി പഠിച്ചത് നിങ്ങൾക്ക് അവിടെ ഉപകാരപ്പെടണമെന്നില്ല. ഡോക്ടർ ആവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ലല്ലോ. സമാനമായി എഞ്ചിനീയറിംഗിലേക്ക് പോവാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ 8ാം ക്ലാസ് മുതലേ പഠിച്ചു തുടങ്ങാണ്. +2 കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഡിഗ്രി എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട ആളല്ല. അപ്പൊ അത്രയും കാലം നിങ്ങൾ മാത്സ് ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് വേസ്റ്റ് ഓഫ് ടൈം ആവും. നമുക്കറിയാം അറിവുണ്ടാവും, പക്ഷെ നമ്മുടെ ഒരു പാഷനോട് അലൈൻ ചെയ്യാത്തൊരു അറിവായിരിക്കും നമുക്ക് ഉണ്ടാവുക. നേരെ മറിച്ച് സിവിൽ സർവീസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെയല്ല. ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ല നമ്മൾ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. മറിച്ച് സിവിൽ സർവീസിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജനറൽ നോളേജ്, പത്രവായനയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ജനറൽ നോളേജ് ഉണ്ടാവുക എന്ന് പറയുന്നത്, അത് നിങ്ങൾ എന്താവാൻ ഉദ്ദേശിച്ചാലും, ഇനി നിങ്ങളൊരു +2 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുന്നു എനിക്ക് സിവിൽ സർവന്റ് ആവണ്ട, ഞാൻ വേറെന്തെങ്കിലും ആവുന്നു, അപ്പോഴും നിങ്ങൾക്ക് ഈ ജനറൽ നോളേജ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ജനറൽ നോളേജ് കം ടു യൂസ് ആവും. സിവിൽ സർവീസിന് വേണ്ടി UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ചില ടോപ്പിക്സ് പറയും. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റിക്സ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പോളിറ്റിയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജനറൽ നോളേജ് ഏരിയാസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഏതൊരു മനുഷ്യന് ആവശ്യമുള്ള GK നമുക്ക് നന്നായി ഡെവലപ്പ് ആവും. നമുക്ക് നല്ല സാമൂഹ്യ ബോധമുള്ള ആളായിട്ട് മാറാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ സിവിക്സ് പഠിക്കും, സിവിക് കമ്മ്യൂണിറ്റീസ് പഠിക്കും, പോളിറ്റി പഠിക്കും, എക്കണോമിക്സ് പഠിക്കും, രാജ്യത്തെക്കുറിച്ച് പഠിക്കും, രാജ്യത്തിന്റെ അഖണ്ഡതയെക്കുറിച്ച് പഠിക്കും, എന്തുകൊണ്ട് ടെററിസത്തെ നമ്മൾ എതിർക്കണം എന്ന് പഠിക്കും, എന്താണ് ടെററിസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് പഠിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു രാജ്യത്തെ ഒരു നല്ല പൗരനായി ജീവിക്കാനുള്ള അറിവുകളാണ് നമ്മൾ ആർജിക്കുന്നത്. സോ ഇറ്റ് വോണ്ട് ബി വേസ്റ്റ്. നമ്മൾ 8ാം ക്ലാസ് മുതലേ അല്ലെങ്കിൽ 10ാം ക്ലാസ് മുതലേ ഇതിന്റെ പിന്നാലെ പോയാലും, നമ്മൾ സിവിൽ സർവീസിലേക്ക് പോയാലും ഇല്ലെങ്കിലും ഇറ്റ് വോണ്ട് ബി എ വേസ്റ്റ്. സിവിൽ സർവീസിന്റെ പ്രിലിംസ് പരീക്ഷയുടെ 2ാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ പോലെയുള്ള സംഭവങ്ങളാണ്. പസിൽ സോൾവ് ചെയ്യുക പോലെയുള്ള സംഭവങ്ങളാണ്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ വളരും, ബ്രെയിനിന് കൂടുതൽ വർക്ക് കൊടുക്കും, അത് എക്സസൈസ്ഡ് ആവും. അത് നിങ്ങൾ 8ാം ക്ലാസ് മുതലേ പഠിക്കുന്നു, 12ാം ക്ലാസ് വരെ പഠിക്കുന്നു, എന്നിട്ട് നിങ്ങൾ സിവിൽ സർവീസിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചോ, സ്റ്റിൽ ഇറ്റ് വിൽ ഓൾറെഡി ഹെൽപ്പ് യുവർ ബ്രെയിൻ ആൻഡ് യുവർ ഗ്രോത്ത് ആൻഡ് യുവർ പേഴ്സണാലിറ്റി ആൻഡ് യുവർ കരിയർ ആൻഡ് എവറിഥിങ്. നിങ്ങൾ ഒരുപാട് വ്യത്യസ്തമായ ആശയങ്ങൾ പഠിക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓവറോൾ അത് നിങ്ങൾക്ക് സിവിൽ സർവീസിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിലും, സിവിൽ സർവീസിന് പോയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷെ നമ്മൾ പഠിക്കുന്നത് സിവിൽ സർവീസിന് പോകാൻ വേണ്ടി തന്നെയാണ്. സിവിൽ സർവന്റ് ആകുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന മോട്ടിവേഷൻ, മറ്റു പല മോട്ടിവേഷൻസ് ഞാൻ പറഞ്ഞു. സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവണം. ഈ പറയുന്ന പവർ, നമുക്ക് വരാൻ പോകുന്ന പവർ ഒരു മോട്ടിവേഷൻ ആണ്. അതിലപ്പുറം ഉള്ള ഒരു സംഭവമാണ് സാലറി, മോണിറ്ററി ബെനിഫിറ്റ്. എപ്പോഴും നമ്മൾ ഏത് ജോലിയും നമ്മൾ എപ്പോഴും പറഞ്ഞ് ശീലിച്ചത് ഇത്ര ലക്ഷം കിട്ടുന്ന പണിയെടുക്കണം, ഇത്ര പൈസ ഉണ്ടാക്കും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ് ശീലിച്ചത്. അത് അതിന്റെ ഒരു പ്രൈമറി ആസ്പെക്ട് അല്ലെങ്കിൽ കൂടി ഇറ്റ്സ് ഹ്യൂമൻ നേച്ചറാണ് പൈസ കിട്ടുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് റിവാർഡഡ് ആവുക എന്നുള്ളത്. IAS ഓഫീസറിന് കിട്ടുന്ന സാലറി ഫസ്റ്റ് കയറിയ ഉടനെ തന്നെ 56,100 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മീഷൻ പുതിയത് അപ്ഗ്രേഡഡ് ആണ്. അങ്ങനെ 2,50,000 വരെ പെർ മന്ത് വാങ്ങുന്ന പൊസിഷനുകളിലേക്ക് നമ്മൾ മാറി പോകും. ആൻഡ് ഇറ്റ് ഗോസ് അപ്പ്. ഇത് കൂടാതെ TA, DA, ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കൽ ഫെസിലിറ്റി,
സ്വന്തമായി വാഹനം, അതിനുള്ള പിന്നെ ഫ്യൂവൽ, അത് തുടങ്ങി അതുപോലെയുള്ള ഒരുപാട് അമ്യൂണിറ്റീസ് ഇത് കൂടാതെ നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഈ സാധനങ്ങൾ നമുക്ക് പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഈ സിവിൽ സർവീസിന്റെ എക്സാമിന്റെ ഒരു സ്കീം പറയാം, എന്നിട്ട് നമുക്ക് പറ്റുമോ എന്ന ചോദ്യത്തിലേക്ക് പോകാം. സിവിൽ സർവീസിന്റെ ഒരു സ്കീം എന്ന് പറയുന്നത് ഒരു 3 സ്റ്റേജ് സ്കീമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഈ പ്രിലിംസ് എന്ന് പറയുന്നത് 2 പേപ്പേഴ്സ് ആണ് ഉണ്ടാകുന്നത്. ഈ പ്രിലിംസിലെ 2 പേപ്പേഴ്സിൽ ആദ്യത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ GK, ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റി, വേൾഡ് ജോഗ്രഫി, അങ്ങനെ തുടങ്ങി സയൻസ്, ടെക്നോളജി, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകളിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ്. ഈ 100 ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ചോദ്യവും 4 ഓപ്ഷനും ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് ശരിയായത് സെലക്ട് ചെയ്യണം. ഇതാണ് പ്രിലിംസ് എക്സാം. അതിൽ ഒന്നാമത്തെ പേപ്പർ. രണ്ടാമത്തെ പേപ്പർ ലോജിക്കൽ റീസണിങ്, മാത്സ് ക്വസ്റ്റ്യൻസ്, കോംപ്രഹെൻഷൻ തുടങ്ങിയ സാധനങ്ങൾ വരുന്നതാണ് രണ്ടാമത്തെ പേപ്പർ. ഈ രണ്ടാമത്തെ പേപ്പർ ക്വാളിഫയിങ് ആണ്. അതിൽ നമുക്ക് ഇങ്ങനെ നല്ല മാർക്ക് കിട്ടണമെന്നില്ല, പാസ്സായാൽ മതി. പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അങ്ങനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാൽ എത്ര പേർക്ക് പരീക്ഷ എഴുതാൻ വരിക എന്നറിയാം? പ്രിലിംസ് എക്സാം അപ്ലൈ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 10 മുതൽ 15 ലക്ഷം വരെ ആളുകളാണ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുന്നത്. അതിൽ നിന്ന് എക്സാമിന് വരുന്നവർ, അതായത് അപ്ലൈ ചെയ്തിട്ട് ഒന്നാമത്തെ എക്സാമിന് വരുന്നവർ ഓൾമോസ്റ്റ് 6 ലക്ഷം ആളുകളാണ്. പകുതിയോളം ആളുകൾ പരീക്ഷയ്ക്ക് വരില്ല. കാരണം അവർ വിചാരിക്കും, ഞാൻ ഈ പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് കാര്യമുണ്ട്, ഇത്ര ആൾക്കാർ പരീക്ഷ എനിക്ക് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി അവരെ പരീക്ഷയ്ക്ക് വരില്ല. ബാക്കിയുള്ള 6 ലക്ഷം 6-7 ലക്ഷം ആളുകളാണ് പ്രിലിംസ് പരീക്ഷ എഴുതുക. അങ്ങനെ പരീക്ഷ എഴുതുന്നവരിൽ നിന്ന് മെയിൻസിലേക്ക് ക്വാളിഫൈ ആകുന്നത് ഓൾമോസ്റ്റ് ഒരു 20-30,000 ആളുകളാണ്. 20,000-30,000 ആളുകൾ. ഏകദേശം 6 ലക്ഷത്തിൽ നിന്ന് 5,80,000 ആളുകൾ ഔട്ടായി 20,000 ആളുകളാണ് മെയിൻസിലേക്ക് ബാക്കിയാകുന്നത്. ഈ മെയിൻസ് കൂടി കഴിഞ്ഞിട്ട് പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക്, ഇന്റർവ്യൂയിലേക്ക് സെലക്ട് ചെയ്യുന്നത് ആ വർഷത്തെ ഒഴിവുകളുടെ ഓൾമോസ്റ്റ് ഡബിൾ അല്ലെങ്കിൽ 1.5 ആണ്. അതായത് ആ വർഷം 1000 ഒഴിവുകൾ, 1000 ഓഫീസർമാരുടെ ഒഴിവുകൾ ഉണ്ടെങ്കിൽ ഒരു 1,500-2,000 ആളുകളെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് വിളിക്കുക. പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. 1000 ആളുകൾ ആവശ്യമുണ്ട്. പിന്നെ കുറച്ചൊരു റിസർവും കൂടി എടുക്കും. ഒരു 1,200-1,300 ഒക്കെ ആളുകളെ റിസർവ് എടുത്തിട്ട് അവരിൽ നിന്നാണ് പോസ്റ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് 10 ലക്ഷം ആൾക്കാർ, 15 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് 1,300 പേരെ സെലക്ട് ചെയ്യുന്ന ഒരു പരീക്ഷ. ഇതിന്റെ ഒരു വിജയ സാധ്യത എന്ന് പറയുന്നത് 0.01% ആണ്. സോ അപ്പോഴാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ? അങ്ങനെയുള്ള ഒരു പരീക്ഷ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ, എനിക്കത് കിട്ടുമോ എന്നതൊരു ചോദ്യം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഒരു സാധനം കിട്ടാതിരിക്കുന്നത് അതിനെ നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, പലപ്പോഴും നമ്മൾ അതിനെ ശ്രമിക്കാത്തത് കൊണ്ടും നമ്മളെ തന്നെ അണ്ടർമൈൻ ചെയ്യുന്നത് കൊണ്ടും കൂടിയാണ്. എനിക്കത് പറ്റില്ല എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തും. സോ വി ഡോണ്ട് ട്രൈ. അതിന്റെ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ഓരോ വർഷവും 12-15 ലക്ഷം ആൾക്കാർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്നാമത്തെ പരീക്ഷയ്ക്ക് തന്നെ 7 ലക്ഷം ആളുകൾ വരില്ല. അവര് അപ്പിയറേ ചെയ്യില്ല. കാരണം അവർ ഓൾറെഡി കണക്കൂട്ടുന്നു, എനിക്കിത് കിട്ടില്ല. അവർക്കത് കിട്ടാത്തതുകൊണ്ടല്ല, അവർ സ്വയം അണ്ടർമൈൻ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണം പി വിജയൻ IPS. പി വിജയൻ IPS എന്ന് പറയുന്നത് കേരളത്തിന്റെ പോലീസ് ചീഫ് ആയിരുന്നു. കേരളത്തിന്റെ പോലീസ് ചീഫ് പി വിജയൻ IPS. വിജയനെ നിങ്ങൾക്ക് അറിയാവോ? ഒരു സിനിമയില് പൃഥ്വിരാജിന്റെ മൊബൈൽ ഫോൺ ഇങ്ങനെ വേറൊരാൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ സ്ക്രോൾ ചെയ്യും. അപ്പൊ ഇങ്ങനെ വിജയൻ സാർ എന്ന് വായിക്കും. വിജയൻ സാർ എന്ന് വായിക്കുമ്പോൾ പേടിക്കണ്ട, പിണറായി വിജയൻ അല്ല, വിജയൻ IPS ആണ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ആ ഒരു സീന്? യെസ് ഓർ നോ? യെസ്. അത് ഈ വിജയൻ സാറാണ്. പി വിജയൻ IPS ആണ്. ഈ പി വിജയൻ IPS 10ാം ക്ലാസ് ഫെയിൽഡ് ആയിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഫോമൽ എഡ്യൂക്കേഷനിൽ വളരെ ദരിദ്ര ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും തീരെ എഫേർട്ട് എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആ സാഹചര്യം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് 10ാം ക്ലാസ് പോലും പാസ്സാവാതെ വന്ന പി വിജയൻ സാറ് പിന്നീട് സ്വന്തമായി NIOS ഒക്കെ വഴി 10ാം ക്ലാസ് പാസ്സാകുകയും അങ്ങനെ +2 ഡിഗ്രിയൊക്കെ ഡിസ്റ്റന്റ് ആയി ചെയ്തിട്ട് എന്നിട്ട് IPS ആയി വന്ന ആളാണ് പി വിജയൻ സർ. അങ്ങനെയാണെങ്കിൽ അത്രയൊന്നും ബാക്ക്ഗ്രൗണ്ട് പ്രശ്നമില്ലാത്ത
ഇപ്പൊ നിലവിൽ 10ാം ക്ലാസ് ഒക്കെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന, +2 ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് അതൊരു തടസ്സമല്ല. നമുക്ക് അതുകൊണ്ട് പറ്റുന്നല്ല, ഇയാൾക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് പറ്റുന്നുള്ളതല്ല. ഇദ്ദേഹത്തിന് അത് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്കോപ്പിലുള്ള ആളുകൾക്ക് അതൊരു തടസ്സമല്ല എന്ന് ഞാൻ പറയാം. അക്കാഡമിക്കലി ഞാൻ ഉഷാറല്ല, എനിക്ക് മാർക്കില്ല, 10ാം ക്ലാസ്സിലൊന്നും ഞാൻ അങ്ങനെ റാങ്ക് എടുക്കുന്ന ആളൊന്നും അല്ല, 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു പക്ഷെ എനിക്ക് വലിയ മാർക്കൊന്നും ഇല്ല എന്നതുകൊണ്ട് നമുക്ക് കിട്ടാതാവില്ല. വി ക്യാൻ, ഇത് സിസ്റ്റമാറ്റിക്കായി മുന്നോട്ട് പോയാൽ ചെയ്യാൻ വേണ്ടി പറ്റും. നിതിൻ സാങ്വാൻ IAS സമാനമായ ഒരു എക്സാമ്പിൾ ആണ്. അദ്ദേഹത്തിന്റെ സ്കോർ, കെമിസ്ട്രിയിലെ സ്കോർ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവമാണ്. 50 മാർക്കോ മറ്റാണ് അദ്ദേഹത്തിന് കെമിസ്ട്രിയിൽ കിട്ടിയത്. അതിന് താഴെയുള്ള ഒരു മാർക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അത് വെച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ ഒരു സമയത്ത് ആഘോഷിച്ചതാണ് നിതിൻ സംഗ്വാൻ IASൻ്റെത്. അങ്ങനെയാണെങ്കിൽ വൈ നോട്ട് അസ്, നമുക്കും കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ സിസ്റ്റമാറ്റിക്കായി പഠിക്കണം എന്നുള്ളതാണ്. സിസ്റ്റമാറ്റിക്കായി പഠിക്കുകയാണെങ്കിൽ നമുക്കും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ എങ്ങനെയാ പഠിക്കാൻ ഒരുപാട് വഴികളുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാം. ഈ പറയുന്ന ഏരിയാസ് ഒക്കെ, സിവിൽ സർവീസിന്റെ പഠിക്കേണ്ട ഏരിയാസ് ഒക്കെ കാണുകയും, ഞാൻ പറഞ്ഞല്ലോ, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ്, എത്തിക്സ്, ഇന്റേണൽ സെക്യൂരിറ്റി, ഇന്റർനാഷണൽ റിലേഷൻഷിപ്സ്, ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈനിൽ കണ്ടെത്തി പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് NCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്ക് സ്വന്തമായി പഠിക്കാൻ പറ്റുമെങ്കിൽ യെസ്, യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. പക്ഷെ നമ്മൾ സ്വാഭാവികമായും സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ വി വിൽ ഗോ ഓഫ് ദ ട്രാക്ക്. നമ്മൾ ട്രാക്കിൽ നിന്ന് ഓഫായി പോകും. നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അതിനാണ് ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു കോഴ്സ് നമുക്ക് ആവശ്യമായി വരുന്നത്. എമിനന്റ് IAS നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് 2 ഗുണമാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ മോട്ടിവേഷന്റെ പ്രശ്നമുള്ളവർക്ക് സിസ്റ്റമാറ്റിക് ആയി ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. 2, ഓൾറെഡി ഒരു കോഴ്സ് ഒന്നും ചെയ്യാത്ത, ഇതിനെക്കുറിച്ച് ട്രാക്ക് ഒന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു ട്രാക്ക് രൂപപ്പെടാൻ വേണ്ടി ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇതിന്റെ ഹയർ വേർഷൻ പഠനങ്ങളിലേക്ക് പോകാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ വാങ്ങിയിട്ട് നടത്തുന്ന വലിയ വലിയ ട്രെയിനിങ്ങുകളുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞാൻ സ്വന്തം തന്നെ പഠിച്ചാൽ എനിക്ക് മനസ്സിലാകും എന്നൊരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസിലേക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. ഇപ്പോൾ എമിനന്റ് IAS നടത്തുന്ന IAS ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ എൻറോൾമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മാസത്തെ ഓൺലൈൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ലൈവ് ക്ലാസ്സും ഉണ്ടാവും, അതിന്റെ റെക്കോർഡ് വേർഷൻസ് നിങ്ങൾക്ക് കിട്ടും. പഠിക്കേണ്ട PDF നോട്ടുകൾ നിങ്ങൾക്ക് തരും. UPSCയിൽ ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്തവർ, അതിൽ വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മെന്റേഴ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. അതിന് എമിനന്റ് IAS കാണുന്ന ഫീസ് 4499 രൂപയാണ് അതിന്റെ ഒറിജിനൽ ഫീ. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഓഫർ പ്രൈസ് ആയിട്ട് 66% ഓഫിൽ നിങ്ങൾക്ക് ഈ 4 മാസത്തെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. 1499 ആണ് നിലവിലെ കോഴ്സ് ഫീ. ഇതിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി വിവരങ്ങൾ തേടാം, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ കാണുന്ന ഒരു വലിയ ലക്ഷ്യം സിവിൽ സർവന്റ് ആവുക, IAS ഓഫീസർ ആവുക, IPS ഓഫീസർ ആവുക. ചിലപ്പോൾ ചില സിനിമയിലെ രംഗമൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ചിലപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. പിന്നീടാണ്, ഇപ്പൊ ഇന്ന് സെഷനിൽ കയറിയപ്പോഴാണ്, അയ്യോ ഇങ്ങനെയൊക്കെ പ്രോസസ്സിലൂടെ പോയിട്ട് വേണോ അതിലേക്ക് എത്താൻ, ഇത്ര പണിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിലേക്ക് വരുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തോട്ട് വന്നിട്ടുണ്ടാവും. ഇറ്റ്സ് എ നെഗറ്റീവ് തോട്ട്. എ ജേർണി ഓഫ് 1000 മൈൽസ് ബിഗിൻ വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. 1000 മൈലുകൾ താണ്ടി എന്നൊക്കെ പറയും. നമ്മൾ വിചാരിക്കില്ല, ആൾക്കാർ എങ്ങനെയാണ് ഈ 1000 മൈല് താണ്ടിയത്? ഈ കേരളത്തിൽ നിന്ന് മക്കയിലേക്ക് നടന്നിട്ട് ഹജ്ജിന് പോയ ഒരു മനുഷ്യനുണ്ടല്ലോ, ഷിഹാബ്, അയാൾ ഇത്രയും 1000കണക്കിന് മൈലുകൾ താണ്ടി പോയി എന്നൊക്കെ. ഇത്രയൊക്കെ ആൾക്കാർ എങ്ങനെ നടക്കാന്ന് ചോദിച്ചാൽ, 1000 മൈലുകൾ തുടങ്ങുന്നത് ഒരൊറ്റ ചുവടിൽ നിന്നാണ്. നമ്മൾ ആദ്യം ഒരു കാലെടുത്ത് വെച്ചാലേ നമുക്ക് അടുത്ത കാലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ 10 സ്റ്റെപ്പ് ആവുള്ളൂ, പിന്നെ അത് 100ഉം 1000ഉം 10000 ആവുള്ളൂ, കിലോമീറ്ററുകളും മൈലുകൾ ആവുള്ളൂ. സോ ടുഡേ വി ഹാവ് ടു കീപ് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇന്ന് നമ്മൾ ആ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടതുണ്ട്. ആൻഡ് വി വിൽ മീറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. 1000കണക്കിന് മൈലുകൾക്കപ്പുറത്ത് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സന്തോഷങ്ങൾ നേരുകയാണ്. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക്
wind up. I'm handing over the mic. Okay, Devanand, thank you. Kandu. So അങ്ങനെയാണെങ്കിൽ നമുക്ക് wind up ചെയ്യാം അല്ലേ? ശരി. Thanks. Thank you for the day.